അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാഫിരീങ്ങളെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അമ്പിയാക്കളുടെ ദഅവത്തിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് ദഅവത്തിന് വേണ്ടി മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് ദഅവത്തിന് ഉപയോഗപ്പെടുത്താനുള്ള ടൂളുകളാണ്. രണ്ടു തരം മുഅ്ജിസത്തുകളുണ്ട്: ഹിസ്സിയായ മുഅ്ജിസത്ത്, മാനവിയായ മുഅ്ജിസത്ത്. അക്കാലത്ത് അത് മുഅ്ജിസത്താണ്, ഒരു കാലത്തും മറികടക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ളതാണ് ഹിസ്സിയായ മുഅ്ജിസത്ത്. മാനവിയായ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അത് മുഅ്ജിസത്തായിരുന്നു. സാധാരണ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഖവാരിഖുൽ ആദത്താണല്ലോ, സാധാരണ മനുഷ്യന്റെ കഴിവിന് എതിരിലുള്ള കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. ചിലത് ആ കാലത്തെ സാധാരണ മനുഷ്യന്റെ കഴിവിനെതിരാണ്, അത് മാനവിയാണ്. ഒരു കാലത്തെയും മനുഷ്യന്റെ കഴിവിൽ അത് പെടൂലെങ്കിൽ അതിനാണ് ഹിസ്സിയായ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിസ്സിയായ മുഅ്ജിസത്തും ഉണ്ട്, മാനവിയായ മുഅ്ജിസത്തും ഉണ്ട്. ഇപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് മാനവിയായ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹുസ്നുൽ ഖുലുഖ് ഉണ്ടായിരുന്നു, സൽസ്വഭാവം ഉണ്ടായിരുന്നു. വേറെ ആൾക്കും സൽസ്വഭാവം ഉണ്ടാവില്ല എന്നല്ല, അത് വേറെ ആൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അത് മാനവിയായ മുഅ്ജിസത്താണ്. അന്ന് അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ ഒരാളെന്നെ ഉള്ളൂ, മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നുബുവത്ത് കിട്ടിയിട്ട് 63 വയസ്സ് വരെയുള്ള 23 കൊല്ലം കളവ് പറഞ്ഞിട്ടില്ല എന്നല്ല. നോർമലി പറയുകയാണെങ്കിൽ 1.5 വയസ്സിൽ സംസാരം തുടങ്ങിയിട്ട് 63 വയസ്സിനിടയിൽ 63 വയസ്സ് പൂർത്തിയായി വഫാത്താകുന്നത് വരെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നാണ് മുഅ്ജിസത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അവിടുത്തെ മുഅ്ജിസത്താണ്. എന്നാൽ അതേ സ്വഭാവം വേറെ ആൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റൂലേ? പറ്റും. അതുകൊണ്ട് മറ്റൊരാൾക്ക് കൂടി കഴിയുമെങ്കിൽ അതിന് മാനവിയായ മുഅ്ജിസത്ത് എന്ന് പറയും. അതേസമയത്ത് ഒരിക്കലും മറികടക്കാൻ പറ്റാത്തതുണ്ട്, അതിൻ്റെ ഉദാഹരണമാണ് ഖുർആൻ ഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്സിയായ മുഅ്ജിസത്താണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂക്തമാണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 ആയത്തുകൾ. തത്തുല്യമായ ഒരു സൂക്തം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന വെല്ലുവിളി അന്ന് മുതൽ ഇന്ന് വരെയും നിലനിൽക്കുകയാണ്. ചെയ്യാൻ വേണ്ടി ചില പരിശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ചെയ്തവർ തന്നെ അത് പിന്നീട് പൊളിച്ചു കളഞ്ഞു. മറ്റു ചില ആളുകളൊക്കെ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവർ തന്നെ അത് രംഗത്ത് പറഞ്ഞില്ല. കാരണം ഖുർആൻ എന്നത് ഒരു മനുഷ്യ സൃഷ്ടിയല്ല എന്ന് അതിൻ്റെ ഓരോ ഹർഫ് പഠിച്ചാലും, അതിലെ മാത്തമാറ്റിക്സ് പഠിച്ചാൽ, അതിലെ സയൻസ് പഠിച്ചാൽ, അതിലെ വൈദ്യം പഠിച്ചാൽ അങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ ഒരു മനുഷ്യശക്തിക്ക് സാധ്യമല്ല എന്നുറപ്പാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്സിയായ മുഅ്ജിസത്താണ് ഖുർആൻ ശരീഫ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ദഅവത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മുർസലീങ്ങൾക്ക് മുഅ്ജിസത്തുകൾ നൽകി. ഓരോ കാലഘട്ടത്തെയും ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന മുഅ്ജിസത്താണ് അക്കാലഘട്ടത്തിൽ നൽകിയത്. ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ചികിത്സകന്മാർ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് എല്ലാ ചികിത്സകളെയും മറികടക്കുന്ന ചികിത്സ അല്ലാഹു ഈസാ നബി അലൈഹി ഇസ്ലാമിന് നൽകി.
മരിച്ച ആളുകളെ ഹയാത്താക്കുന്ന ചികിത്സ. ഇന്നുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത ചികിത്സയാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് പിശാച്ച് മിസ്മാറുകൾ എന്ന് പറയുന്ന വാദ്യോപകരണങ്ങൾ കൊണ്ടുവരുന്നത് മനുഷ്യനെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വാദ്യോപകരണങ്ങളെയും എല്ലാ പദ്യങ്ങളെയും എല്ലാ കവിതകളെയും മറികടക്കുന്ന മുഅ്ജിസത്ത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകി. ആകർഷണീയമായ ശബ്ദം, മനോഹരമായ ശബ്ദം, അതായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ ദാവൂദ് നബിയെ പ്രകാശത്തിന്റെ മിമ്പറിൽ ഹാജരാക്കിയിട്ട് ഖുർആൻ ഓതാൻ പറയുമെന്നും അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ എന്ന് മനോഹരമായി ദാവൂദ് നബി അലൈഹി ഇസ്ലാം പാരായണം ചെയ്യുമ്പോൾ സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുമെന്നുമൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലെയും അമ്പിയാക്കൾക്ക് നൽകിയിട്ടുള്ള മുഅ്ജിസത്ത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന മുഅ്ജിസത്താണ്. ഈ കാലഘട്ടത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് 2026 ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്തെയും പ്രവാചകൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സമയത്തിൻ്റെയും നബി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഉമ്മത്ത്, മുഹമ്മദീയ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാഹിത്യമാണ്. എല്ലാ സാഹിത്യത്തെയും മറികടക്കുന്ന തരത്തിലുള്ള മുഅ്ജിസത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. അതാണ് ഖുർആൻ ശരീഫ്. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട ദഅവത്തിന്റെ ടൂൾ എന്ന് പറയുന്നത്, ഉപകരണം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് പരിശുദ്ധമായ ഖുർആൻ ഈ ആശയം പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅ 9-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇവിടെ ഹുവല്ലദീ, അല്ലാഹു ഒരുത്തനാണ്, ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും, അവരിൽ നിന്നു തന്നെ അവരിലേക്ക് ഒരു റസൂലിനെ നിയോഗിച്ചു. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുക എന്നതാണ് ആ നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തിലാവത്തും ഖിറാഅത്തും രണ്ടാണ്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഓതലും, തിലാവത്ത് മടക്കി മടക്കി ഓതലുമാണ്. ഓതിയതു തന്നെ വീണ്ടും ഓതി, മടക്കി മടക്കി ഓതി. പരിശുദ്ധമായ ഖുർആന്റെ മുമ്പിൽ ആരും സറണ്ടറായി പോകുമെന്നാണ്. ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിശബ്ദരായി പോകും. അതുകൊണ്ട് ഖുർആനിനെ ഓതി കേൾപ്പിക്കുക. മായന പറഞ്ഞു കൊടുക്കുന്നതിന് ഫലമില്ല എന്നല്ല കേട്ടോ, ഓതി കേൾപ്പിക്കുന്നതിൻ്റെ ഫലം മായനക്കുണ്ടായിരിക്കില്ല. പരിഭാഷയ്ക്ക് ഒറിജിനലിൻ്റെ അത്ര ഏജാസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അറബി ഓതി കേൾപ്പിക്കൽ, മനസ്സിലാകാൻ വേണ്ടി പരിഭാഷ പറഞ്ഞു കൊടുക്കാമെങ്കിലും ഓതി കേൾപ്പിക്കുന്നതാണ് ഏറ്റവും റിസൾട്ട് ഉള്ളത്. ഖുർആൻ ഓതി കേൾപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മക്കയിൽ പ്രബോധനം നടത്തുന്ന സമയത്ത് വിദേശത്ത് നിന്ന് വിരുന്നുകാരൊക്കെ ഖുറൈശികളുടെ അടുക്കൽ, മക്കക്കാരുടെ അടുക്കൽ വന്നാൽ കാബന്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെവിയിൽ പഞ്ഞി തിരുകി കൊടുത്തിട്ട് പറഞ്ഞേക്കുമായിരുന്നു എന്നാണ്, ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഖുർആൻ കേട്ടാൽ മാറ്റം ഉണ്ടാവും. യത്ലു അലൈഹിം ആയാതിഹി, ഈ ആശയം പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിക്. അൽ ബഖറ 129-ലുണ്ട്. സൂറത്ത് ആല ഇമ്രാൻ 164-ലുണ്ട്. വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂലൻ യത്ലു അലൈഹിം ആയാതിന. സൂറത്തുൽ ഖസസ് 59-ൽ ഉണ്ട്. ഖുർആനിൽ ഈ ആശയം 4 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണ്. യത്ലു അലൈഹിം ആയാതി ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലു സുഹ്ഫൻ മുതഹറ. അതിനാൽ കാഫിരീങ്ങളോടുള്ള, സത്യനിഷേധികളോടുള്ള ദഅവത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഖുർആൻ ഓതി കേൾപ്പിക്കലാണ്, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കാനുള്ള അവസരമുണ്ടാക്കലാകുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഓതി കേൾപ്പിക്കേണ്ടത്? അതില് ആയത്താണ്. 2 തരം ആയത്തുകളുണ്ട്. ഒന്ന് ദൃഷ്ടാന്തങ്ങൾ പറയുന്ന ആയത്തുമുണ്ട്, ദൃഷ്ടാന്തങ്ങൾ പറയാത്ത ആയത്തുകളുമുണ്ട്. ദൃഷ്ടാന്തങ്ങൾ പറയുന്ന ആയത്തിന് റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. ഖുർആനിലെ ഏത് ആയത്തോതിട്ടും ദഅവത്ത് നടത്താൻ പറ്റും. എന്നാലും കാഫിര്യങ്ങളോട് പറയുമ്പോൾ വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ അങ്ങനെയൊക്കെ പറ്റും. അതുപോലെ ത്രിയേകത്വവാദമുള്ള ക്രിസ്ത്യാനികളോട് സംസാരിക്കുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും മറിയം ബി റളിയല്ലാഹുവിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്, തൗഹീദ് എന്ന ആശയം പറയുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, അങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത് ദഅവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ഇൻഷാ അല്ലാഹ് 2 തരം ആയത്തുകളുണ്ട്. ആ 2 തരം ആയത്തുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിലേക്കുള്ളൊരു വിശദീകരണവും അടുത്തൊരു ക്ലാസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ആശയം മനസ്സിലാക്കുക. ദഅവത്തിലെ ടൂൾ, ഒരു തെങ്ങമ്മ കയറുകയാണെങ്കിൽ തളപ്പിട്ടിട്ടും കയറാം, തളപ്പിടാതെയും കയറാം. അപ്പൊ ഈ ഫില്ലർമ ഒരാളോട് കയറാൻ പറഞ്ഞാൽ കോണി വെച്ചിട്ടും കയറാം, കോണി വെക്കാതെയും കയറാം. കോണി വെക്കാതെ കയറാൻ കഴിയൂലെന്നൊന്നും പറയാൻ നിർവാഹമില്ല, പക്ഷെ അതൊരുമാതിരി കയറ്റായിരിക്കും. കോണി വെച്ച് കയറുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. ഉപകരണം ഉപയോഗിച്ച് വിറക് കീറാൻ ഒരാളോട് പറഞ്ഞാൽ മഴ ഉപയോഗിച്ച് കീറുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. എന്നതുപോലെ ഏതൊരു സംഗതിക്കും അതിൻ്റെതായ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സംഗതി വളരെ എളുപ്പമായിരിക്കും. എങ്കിൽ ദഅവത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഉപകരണം, ടൂൾ ആണ് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ വെച്ചുകൊണ്ടാണ് ദഅവത്ത് നടത്തേണ്ടത്. ഖുർആനിലെ ആയത്തുകൾ, ഖുർആനിൽ 2 തരം ആയത്തുകളുണ്ട്. ഒന്ന് ആയത്തുകൾ പറഞ്ഞ ആയത്തും, 2 ആയത്തുകൾ പറയാത്ത ആയത്തും. രണ്ടും പറ്റുമെങ്കിലും ആയത്തുകൾ പറഞ്ഞ ആയത്തുകളാണ് കൂടുതൽ ഫലപ്രദമായിരിക്കുക. ഇൻഷാ അല്ലാഹ് ആയത്തുകൾ പറഞ്ഞ ആയത്തിലേക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.